എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ ആയി ചില കലകൾ ഇന്ത്യയിൽ പ്രധാനമായത്, എന്തുകൊണ്ട് ചില കലകൾ ഫോക്കായി എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ഇത്തരം പവർ ഹൈറാർക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മോഹിനിയാട്ടമോ ഭരതനാട്യമോ ചെയ്തു വന്നിരുന്ന സ്ത്രീകൾ ആരും തന്നെ ക്ഷേത്ര നർത്തകികളായിരുന്നില്ല. അവർക്കൊന്നും ആ നിലയ്ക്കൊരു വലിയ ക്ഷേത്ര പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഒരു ടെമ്പിൾ ഡാൻസായി നിലനിന്ന ഡാൻസ് ഫോംസ് അല്ല. ഇതൊക്കെ ചെയ്തിരുന്നത് ശൂദ്ര സ്ത്രീകളാണ്. അവരൊക്കെ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടുകൂടി ആർട്ട് തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവരാണ്. ഭരതനാട്യത്തിൻ്റെ ഹിസ്റ്ററിയേ ഇല്ലാത്ത ഒരു ബ്രാഹ്മിൺ ഡാൻസർ വന്നിട്ടാണ്, ഒരു ബ്രാഹ്മിൺ സ്ത്രീ വന്നിട്ടാണ് പറയണത്, ഓക്കെ ഈ ഡാൻസർ കൊള്ളില്ല, ഔട്ട്, വേറെ ഡാൻസർ കൊള്ളാം, ഇൻ, അല്ലെങ്കിൽ ഈ നട്ടുവൻ കൊള്ളാം, ഇയാൾ ചെയ്യുന്നത് നല്ലതാ, ആ നട്ടുവൻ കൊള്ളില്ല. എന്നിട്ട് അവർ സെലക്ട് ചെയ്യുകയും അവരുണ്ടാക്കുന്ന ചില നിയമങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടതാണ് കലാക്ഷേത്രയിൽ ഇന്ന് കാണുന്ന ഭരതനാട്യം എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു എന്തെങ്കിലും ആർട്സ് ഫെസ്റ്റ് നടക്കുമ്പോൾ, ഇപ്പോൾ തിരുവാതിരക്കളിക്ക് ഒരു കുട്ടി തികഞ്ഞില്ല എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ വന്ന് ഒരു കുട്ടി തയ്യാറാണെന്ന് പറയുമ്പോൾ, അല്ല മോള് വേണ്ട, കുറച്ചുകൂടി മെലിഞ്ഞൊരാൾ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടി നിറമുള്ള ഒരാൾ മതി എന്ന് പറയുന്ന ടീച്ചർമാരെ നമ്മുടെ LP സ്കൂളിലും UP സ്കൂളിലും ഒക്കെ കാണാം. കലാമണ്ഡലം സത്യഭാമ മുതൽ ഇങ്ങ് നമ്മുടെ നാട്ടിൻപുറത്തെ സ്കൂളുകളിലുള്ളവർ വരെ ഇത്തരത്തിൽ നമ്മളിങ്ങനെ കൽപ്പിച്ചു വെച്ചിട്ടുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സരസ്വതി ദേവി ഇങ്ങനെയാണെന്നും ശൂർപ്പണഖ അങ്ങനെയാണെന്നും ഒക്കെയുള്ള ചില ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു തുടർച്ചയിലാണ് അമിത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് ഒരു ദൈവദത്തമായ ഒന്നാണെന്നും കാസ്റ്റ് എന്നുള്ളത് നമുക്ക് മാറാൻ കഴിയുന്നത് കൊണ്ട് അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ ഒന്നാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് ഇന്ന് മാറാമെന്നും അത് ആജീവനാന്തമായ ഒരു അടിമത്തമല്ല ജെൻഡർ എന്നും നമ്മളിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യത്തിൽ ശരീരമാണോ അതോ അതിനുമേൽ ആരോപിക്കപ്പെടുന്ന ഈ ജെൻഡറാണോ യഥാർത്ഥത്തിൽ പ്രശ്നം? പ്രത്യേകിച്ചൊരു മോഹിനിയാട്ടം പോലുള്ളൊരു കലാരൂപത്തിലേക്ക്, ഇപ്പോൾ അമിത് തന്നെ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട് ശരീരവുമായി ബന്ധപ്പെട്ടും ചലനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചെറിയ ചലനങ്ങൾ, അധികം മാസ്കുലിൻ അല്ലാത്ത ചലനങ്ങൾ, ഇതൊക്കെയാണ് മോഹിനിയാട്ടത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിലെത്രമാത്രം ഈ ജെൻഡർ എന്ന് പറയുന്നത് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ചോദ്യം സത്യത്തിൽ എനിക്ക് ക്ലിയർ ആയില്ല, പക്ഷെ ഞാൻ 1-2 കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ഇതിലാണ് ഇതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തുടങ്ങേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ലാസിക്കൽ കല എന്ന് പറയുന്ന ഒരു കല വാസ്തവത്തിൽ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ എപ്പോഴാണ് ഒരു ക്ലാസിക്കൽ എന്ന് പറയുന്ന ഒരു കല രൂപപ്പെടുന്നത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ടാണ്. അതൊരു എസ്തെറ്റിക് ഐഡൻറ്റിറ്റി ഉള്ള ഒരു കാര്യമല്ല, ഒരു സൗന്ദര്യാത്മക സംവർഗം എന്നുള്ള നിലയ്ക്കല്ല ക്ലാസിക്കൽ കല എന്ന് പറയുന്ന ഒരു സംവർഗം ഇന്ത്യയിൽ വന്നത്. അത് തീർത്തും രാഷ്ട്രീയമായിട്ടുള്ളൊരു സംവർഗമായിട്ട് മാത്രമാണ് ക്ലാസിക്കൽ കല എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉറച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പുറത്ത് ക്ലാസിക്കൽ എന്ന കലയെ ഉറപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ഫോം ആണ് ഫോക്ക് എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ക്ലാസിക്കൽ ഫോക്ക് എന്ന് പറയുന്ന ഈ അടിസ്ഥാന വിഭജനം തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇന്നും ഞാൻ എല്ലാ സ്റ്റേജിലും പറയുന്നതാണ്, എന്നെ ഒരിക്കലും ഒരു ക്ലാസിക്കൽ ഡാൻസർ എന്ന് വിളിക്കാനേ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു മോഹിനിയാട്ടം പെർഫോമറാണ്. അതിൻ്റെ കാരണം ഇതാണ്, എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ ആയി ചില കലകൾ ഇന്ത്യയിൽ പ്രധാനമായത്, എന്തുകൊണ്ട് ചില കലകൾ ഫോക്കായി എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ഇത്തരം പവർ ഹൈറാർക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഭരതനാട്യം പോലെയുള്ള ഒരു ഫോം വാസ്തവത്തിൽ ഒരു ടൂളായിരുന്നു. ക്ലാസിക്കലായിട്ടുള്ള ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിനെ ഉറപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ബ്രാഹ്മണിക്കായിട്ടുള്ള എല്ലാ സിസ്റ്റവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിന് ഏറ്റവും ആപ്റ്റായ ഒരു ഫോമായിരുന്നു ആക്ച്വലി ഭരതനാട്യം എന്ന് പറയുന്നത്. അത് ഇന്ത്യയുടെ വളരെ സവർണായിട്ടുള്ള ഒരു ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴുമുള്ള നാട്യശാസ്ത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ചില
അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു ഫോമാണെന്ന് സ്ഥാപിക്കുകയും ഇല്ലാത്തൊരു ചരിത്രം ഭരതനാട്യത്തിനെ സംബന്ധിച്ച് ആരോപിച്ചു കൊടുക്കുകയും ആ നിലയ്ക്ക് വളരെ സവർണമായിട്ടുള്ള ഒരു പാസ്റ്റ് ഡിസൈൻ ചെയ്തെടുക്കുകയും വാസ്തവത്തിൽ ഒരു വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ കല ആയി മാറിയത്. അതിൻ്റെ തന്നെ ഭാഗമാണ് ഇന്ത്യയിലെ എല്ലാ ക്ലാസിക്കൽ കലകളും ആ പൊസിഷനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ക്ലാസിക്കൽ കല എന്ന് പറയുന്നത് ആക്ച്വലി ഈ കാലത്ത് നിന്ന് നമ്മൾ വീണ്ടും വിചാരം ചെയ്യേണ്ടുന്ന ഒരു ഫോമാണ്. ഇന്ന് ആരംഭിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു തുടക്കം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള കലയെ സംബന്ധിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൻ്റെ തന്നെ പ്രശ്നങ്ങളുടെ രണ്ട് വശങ്ങളാണ് ആക്ച്വലി ജാതിയും ജെൻഡർ എന്ന് പറയുന്നത്. അതിൻ്റെ കേന്ദ്രം തീർച്ചയായിട്ടും ജാതിയാണ്. എന്തുകൊണ്ടാണ് ഭരതനാട്യം ചെയ്തു വന്നിരുന്ന ആളുകളുടെ കാസ്റ്റ് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയമാകാത്തത്? മോഹിനിയാട്ടം ചെയ്തു വന്നതിനെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോഹിനിയാട്ടത്തെക്കുറിച്ചിട്ടുള്ള വായനയിൽ നിങ്ങൾ ആദ്യം കാണുക ഒരുപക്ഷെ വിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിൽ നിന്ന് ആരംഭിക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത്തരം വളരെ മെറ്റഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യം ഈ ടെക്സ്റ്റ് ആരും ചോദിക്കില്ല. അത് മോഹിനിയാട്ടം ചെയ്തിരുന്നത് ഏത് ജാതിയിൽപ്പെട്ടത് സ്ത്രീകളായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാതിരിക്കുക, അത് മറച്ചു വയ്ക്കുകയും ചെയ്യും. എന്നിട്ട് വളരെ ഭൂതകാലത്ത് നിന്ന് ഇല്ലാത്തൊരു പാരമ്പര്യത്തിൽ നിന്ന് ടെമ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഡിസൈൻ ചെയ്തെടുക്കും. ഇത് ഹിസ്റ്റോറിക്കലി നടക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മോഹിനിയാട്ടമോ ഭരതനാട്യമോ ചെയ്തു വന്നിരുന്ന സ്ത്രീകൾ ആരും തന്നെ ക്ഷേത്ര നർത്തകികളായിരുന്നില്ല. അവർക്കൊന്നും ആ നിലയ്ക്കൊരു വലിയ ക്ഷേത്ര പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ഒരു ടെമ്പിൾ ഡാൻസായി നിലനിന്ന ഡാൻസ് ഫോംസ് അല്ല. ഇതൊക്കെ ചെയ്തിരുന്നത് ശൂദ്ര സ്ത്രീകളാണ്. അവരൊക്കെ ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടുകൂടി ആർട്ട് തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവരാണ്. ഇപ്പോൾ ഇവിടുത്തെ ട്രോമയെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മോഹിനിയാട്ടമോ മോഹിനിയാട്ടമോ ഇത് വന്നിരുന്ന പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന എല്ലാ നർത്തകികളും ഉൾപ്പേർന്ന ഭയങ്കരമായ ട്രോമയുണ്ട്. കാരണം അവരെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ ദേവദാസികളാണ്, നിങ്ങൾ വേശ്യകളാണ്, നിങ്ങൾ കൊള്ളില്ലാത്തവരാണ്, സദാചാരം ഇല്ലാത്തവരാണ്, നിങ്ങൾ ആണുങ്ങളുടെ കൂടെ പോകുന്നവരാണ്, നിങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്നവരാണ്, നിങ്ങൾ ബോഡിയെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്, നിങ്ങൾ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നവരാണ്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിരുന്നവരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്പേസ് മുഴുവൻ അപഹരിച്ചിട്ട് വീണ്ടും ഇത് ഏറ്റെടുത്ത് വന്ന സൂപ്പർ ബ്രാഹ്മണായിട്ടുള്ള ഐഡിയോളജി ഉണ്ടായിരുന്ന ആളുകൾ എന്താ പറയുക, അവരെ ഇകഴ്ത്തിയതിൻ്റെ, അവരെ വലിയ ട്രോമയിലാക്കിയതിൻ്റെ ചരിത്രമാണ് ഈ ക്ലാസിക്കൽ ഡാൻസേഴ്സിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ക്ലാസിക്കൽ ഡാൻസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഈ എന്താ പറയുക, ഈ ഉപേക്ഷിച്ചു പോയ നർത്തകികളുടെ പേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചിലർ ഇപ്പോൾ ബാലസരസ്വതി എന്ന് പറയുന്ന ഒറ്റ പേര് മാത്രം നമുക്ക് അറിയാം. പക്ഷേ ഭരതനാട്യത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ബാലസരസ്വതിയുടെ ചരിത്രമല്ല. 100,000 നർത്തകികൾ എന്താ പറയുക, നൃത്തവും ജീവിതവും ഉപേക്ഷിച്ച് പോവുകയും അവരൊക്കെ ചിലപ്പോൾ മുമ്പ് എന്താ പറയുക നോൺ കോൺജുഗൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ പിന്നീട് അത് സാധ്യമാകാതെ വരും. അപ്പോൾ സ്വന്തം കാസ്റ്റിൽ നിന്ന് ഒരാളിനെ കല്യാണം കഴിക്കേണ്ടി വരും. നിർബന്ധപൂർവ്വം ഈ സ്ത്രീകൾക്ക് കല്യാണം കഴിക്കേണ്ടി വരും. ഇവർ ഫാമിലി ലൈഫിൻ്റെ ഭാഗമാകേണ്ടി വരും. ഇവർക്കുണ്ടായിരുന്ന പബ്ലിക് ലൈഫ് മുഴുവൻ പോകും. ദേവദാസി എന്ന് വിളിച്ചിട്ട് പരിഹസിച്ചതിൻ്റെ മുഴുവൻ അപമാനം അവർ പേറും. ഈ ട്രോമയിൽ ഉണ്ടായിരുന്ന ഈ നർത്തകികളുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഒരിക്കലും കാണില്ല. ഇപ്പോൾ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ആരംഭിക്കുന്ന സമയത്ത് നിങ്ങൾ കലാമണ്ഡലത്തിൽ ആ സമയത്ത് തുടങ്ങുന്ന ഹിസ്റ്ററി പറയുന്ന ടെക്സ്റ്റുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണും, വള്ളത്തോളോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന ആൾക്കാരോ മോഹിനിയാട്ടം ചെയ്തുകൊണ്ടിരുന്ന നർത്തകികളെ കാണാൻ വേണ്ടി പോയി. പക്ഷേ മോഹിനിയാട്ടം എന്ന് പേര് കേട്ടതും ഇവരെയൊക്കെ ചൂലെടുത്ത് അടിച്ചു എന്നൊക്കെ പറയാം. കാരണം മോഹിനിയാട്ടം അത്രയും എന്താ പറയുക അധപ്പതിച്ചൊരു ഫോമായിട്ട് അന്ന് കണ്ടുകൊണ്ടിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, അത് ചെയ്തുകൊണ്ടിരുന്ന നർത്തകികളുടെ സദാചാരത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ കൊണ്ടാണ്. വേറൊന്നും കൊണ്ടല്ല, സദാചാരത്തെക്കുറിച്ചും അവരുടെ കാസ്റ്റിനെ കുറിച്ചുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഈ നർത്തകികളൊക്കെ പോയി. പിന്നെ എന്താ പറയുക, അവിടുന്ന് ഇവിടുന്നൊക്കെ അവരുടെ അടുത്ത് നിന്ന് പഠിച്ച് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ അന്ന് വളരെ എന്താ പറയുക മധ്യവർഗത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു നിലയ്ക്ക് അപ്പർ ക്ലാസ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ചേരാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ ഈ കല ഏറ്റെടുക്കുകയും ഈ ചരിത്രം മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ആ മോഹിനിയാട്ടം ചെയ്തു വന്നിരുന്ന നർത്തകികളെ കുറിച്ച് നമുക്ക് കിട്ടില്ല. നിങ്ങൾ അവരുടെ പാരമ്പര്യം അവർ തന്നെ മറച്ചു വയ്ക്കും. ഇപ്പോൾ എൻ്റെ പരമ്പരയിൽ പെട്ടിട്ടുള്ള സ്ത്രീകൾ മോഹിനിയാട്ടം ചെയ്തിരുന്നു എന്ന് ഇന്ന് ഒരു കേരളത്തിലെ ശൂദ്ര സ്ത്രീയും അവകാശപ്പെടാൻ ധൈര്യപ്പെടാത്തത് ഇവർക്കൊക്കെ ഈ ട്രോമ ഉള്ളതുകൊണ്ടാണ്. കാരണം അവർ
മോഹിനിയാട്ടം ചെയ്തിരുന്ന പാരമ്പര്യമാണെന്ന് പറഞ്ഞാൽ അവസാനിച്ചു. പക്ഷേ ഇന്നിപ്പോൾ ചെയ്തു വന്നിരുന്ന ഏത് അപ്പർ കാസ്റ്റ് ഡാൻസേഴ്സിനും ആ ട്രോമയോ ആ പ്രശ്നമോ ഒന്നുമില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തപ്പോൾ ആർട്ട്, പ്രത്യേകിച്ച് ഈ സോ കോൾഡ് ക്ലാസിക്കൽ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു അധിക പദവിയാണ്. അത് തീർത്തും ബ്രാഹ്മണിക്കായിട്ടുള്ള എന്താ പറയുക നോഷൻസിൻ്റെ മേലെ എന്താ പറയുക രൂപപ്പെടുത്തിയിട്ടുള്ളൊരു എന്താ പറയുക, അത് ഭരതനാട്യം ആയിക്കോട്ടെ മോഹിനിയാട്ടം ആയിക്കോട്ടെ, ഇന്ത്യയിൽ ഏത് ക്ലാസിക്കൽ ആർട്ട് സോ കോൾഡ് ക്ലാസിക്കൽ ആർട്ട് ഫോമുകൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് ഈ ബ്രാഹ്മണിക് ആയിട്ടുള്ള ബോധ്യത്തിൻ്റെ അകത്താണ്. അപ്പോൾ അവർ രൂപപ്പെടുത്തിയ ഹിസ്റ്ററി മാത്രമേ ഇന്ന് നമുക്ക് അറിയുള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഈ നാട്യശാസ്ത്രം, അതിൻ്റെ ഭാഗമാണ് ഈ എന്താ പറയുക ജീവാത്മാ പരമാത്മാ ബന്ധം, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ മോഹിനി രൂപം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പരിഹസിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ ഒരു മലയാളം ക്ലാസ്സിലോ ഹിസ്റ്ററി ക്ലാസ്സിലോ ഒക്കെ പോയി പരശുരാമൻ്റെ കഥയൊക്കെ പറയുമ്പോൾ കഥ പറഞ്ഞാലും ചിലപ്പോൾ അതിനെ ക്രിട്ടിക്കലി കാണാനുള്ളൊരു സ്പേസ് എങ്കിലും അവിടെ ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു മോഹിനിയാട്ടം ക്ലാസ്സിൽ പോയാൽ വിഷ്ണുവിൻ്റെ രൂപമാണെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ചോദ്യമൊന്നുമില്ല. അല്ലെങ്കിൽ മോഹിനിയാട്ടത്തിലൊരു പദം ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു ചോദ്യം ഉണ്ടാവില്ല. ഡിസ്കഷനിലെ സ്പേസ് തന്നെ ഇല്ല. ആ സ്പേസ് ഇല്ലാണ്ടാക്കിയതും വാസ്തവത്തിൽ ഈ എന്താ പറയുക അതിൻ്റെ ഈ തീർത്തും ബ്രാഹ്മണിക്കായിട്ടുള്ള അതിൻ്റെ ഒരു റിജിഡിറ്റിയാണ്. ഇപ്പോൾ ഒരു ക്ലാസിക്കലായി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തീർന്നു. പിന്നെ അത് എന്താ പറയുക അതൊരു കെട്ടിലായി. അത് കെട്ടിലാക്കാനുള്ളൊരു കാര്യവും ആക്ച്വലി ഈ നർത്തകരും ഈ എന്താ പറയുക അപ്പർ കാസ്റ്റ് മനുഷ്യരുണ്ടാക്കി എടുത്തതും കൂടിയാണ്. കാരണം അവർക്ക് ഇടപെടണമെങ്കിൽ അവർ ചില നിയന്ത്രണങ്ങൾ ഇതിൽ വെക്കണം. ഇപ്പോൾ ഭരതനാട്യത്തിൽ പിന്നീട് വന്ന പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിൽ വന്നിട്ടുള്ള ബ്രാഹ്മിൻ ഫീമെയിൽ ഡാൻസേഴ്സിന് ഇടപെടാൻ ഉള്ള ഉപാധിയായിരുന്നു നിയമങ്ങൾ. ഇത്ര നിയമങ്ങൾ പാലിച്ച അത് ഭരതനാട്യമായി എന്ന് പറയുന്നത് അവരുടെ നിയമങ്ങളാണ്. ഇപ്പോൾ രുക്മിണി ദേവിയെക്കുറിച്ച് ഇങ്ങനെ പറയും. രുക്മിണി ദേവി എല്ലാ ഭരതനാട്യം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെയും ചെന്ന് വീട്ടിൽ കാണാൻ പോയ കഥയൊക്കെ അവരിങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ ചില നർത്തകികളൊക്കെ വളരെ നല്ലതാണെന്ന് അവർ അഭിപ്രായപ്പെടും, ചിലരൊന്നും ഒട്ടും കൊള്ളില്ല എന്ന് അഭിപ്രായപ്പെടും. ഭരതനാട്യത്തിൻ്റെ ഹിസ്റ്ററിയേ ഇല്ലാത്ത ഒരു ബ്രാഹ്മിൺ ഡാൻസർ വന്നിട്ടാണ്, ഒരു ബ്രാഹ്മിൺ സ്ത്രീ വന്നിട്ടാണ് പറയണത് ഓക്കെ ഈ ഡാൻസർ കൊള്ളില്ല ഔട്ട്, വേറെ ഡാൻസർ കൊള്ളാം ഇൻ, അല്ലെങ്കിൽ ഈ നട്ടുവൻ കൊള്ളാം ഇയാൾ ചെയ്യുന്നത് നല്ലതാ ആ നട്ടുവൻ കൊള്ളില്ല. എന്നിട്ട് അവർ സെലക്ട് ചെയ്യുകയും അവരുണ്ടാക്കുന്ന ചില നിയമങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടതാണ് കലാക്ഷേത്രയിൽ ഇന്ന് കാണുന്ന ഭരതനാട്യം എന്ന് പറയുന്നത്. ഭരതനാട്യം അതല്ല. ഭരതനാട്യം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യം പിന്തുടരുന്ന കലാക്ഷേത്രയുടെയോ അല്ലെങ്കിൽ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെയോ പാരമ്പര്യം ചെയ്തു വന്നിരുന്ന ഒരു നർത്തകിയുടെയും ഭരതനാട്യം അല്ല. അപ്പം നിങ്ങൾ ഭരതനാട്യം ചെയ്തു വന്നിരുന്ന നർത്തകികളെ ചെന്ന് കാണുക, നട്ടുവന്മാർ ചെന്ന് കാണുക, അവർ ചെയ്തിരുന്ന പ്രാക്ടീസ് എന്തായിരുന്നു. ഈ ശൂദ്ര വിമൻ ഡാൻസേഴ്സിൻ്റെ പെർഫോമൻസും പിന്നീട് ബ്രാഹ്മിൻ ഡാൻസേഴ്സ് അതിൽ കൊണ്ടുവന്നിരുന്ന വ്യത്യാസവും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് ഇന്ത്യയുടെ ഒരു സവർണ ഭൂതകാലത്തെ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ശരീരത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയിലേക്ക് ഞാൻ മടങ്ങി വരാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുക, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കല ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടപ്പോൾ സംഭവിച്ചിട്ടുള്ള എല്ലാ പരിമിതികളും പേറുന്ന ഫോമാണ് ഈ ക്ലാസിക്കൽ ഡാൻസ് ഫോം എന്നുള്ളത്. അതിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ജെൻഡറിനെ കുറിച്ചിട്ടുള്ള കാസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഈ ഡിസ്കഷൻസ്. ഇപ്പോൾ ശൂദ്ര സ്ത്രീകൾ പുറത്തായി, അവരുടെ ജീവിതവും ആർട്ടും പുറത്തായി, ഒരേ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യങ്ങളും പുറത്തായി, അവർ ആർട്ടിലൂടെ എക്സ്പ്രസ് ചെയ്തിരുന്നതും പുറത്തായി. ഇപ്പോൾ ചില പദങ്ങളൊക്കെ എക്സ്പ്ലിസിറ്റായി ചിലപ്പോൾ സെക്ഷുവൽ കാര്യങ്ങൾ സംസാരിക്കും. സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു സ്ത്രീ നിന്നിങ്ങനെ പെർഫോം ചെയ്യും. അത് ഒരു വലിയ പ്രശ്നമാവും. കാരണം അതൊരു ബ്രാഹ്മിൻ ഡാൻസേഴ്സിന് പറ്റില്ല. ഇപ്പോൾ ബാലസരസ്വതി രുക്മിണി ദേവിയും തമ്മിലുള്ളൊരു ഡിസ്കഷനിൽ ബാലസരസ്വതി ഇങ്ങനെ പറയും, ശൃംഗാരം അഴഹാ പണ്ണലാമേ, ശൃംഗാരം എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യാലോ. അപ്പോൾ രുക്മിണി ദേവി ആയിട്ടുള്ള ബ്രാഹ്മിണായിട്ടുള്ള സ്ത്രീ അതിന് മറുപടി പറയണത് ഞാനും നിങ്ങളും തമ്മിൽ ടെമ്പറമെൻ്റലായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്, കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങളെപ്പോലുള്ള ആളുകൾക്കത് ചെയ്യാം, പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കത് ചെയ്യാൻ പറ്റില്ല. അതാണ് കലാക്ഷേത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത്. രാഷ്ട്രീയവും എന്താ പറയുക ക്ലാസിക്കൽ കല രൂപപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയം. പിന്നുള്ള ഈ ജെൻഡറിനെ പറ്റിയിട്ടുള്ള നോഷൻസിൻ്റെയും പിന്നിൽ വാസ്തവത്തിൽ നവോത്ഥാനാനന്തരം രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്സ് തന്നെയാണ്. അതിനെ അഴിച്ചെടുക്കുന്നത് കുറച്ച് പണിയുള്ളൊരു കാര്യമാണ്, എളുപ്പമല്ല.